നിലാക്കീറിലേക്ക് സ്വാഗതം. അയാളും മകനും നല്ല സൗഹൃദത്തിലായിരുന്നു. ദിവസവും വൈകിട്ട് ഒരു കപ്പ് കാപ്പി കുടിച്ചുകൊണ്ട് അവർ ദീർഘനേരം വർത്തമാനം പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ മകന് ഒരു വലിയ കമ്പനിയിൽ ജോലി കിട്ടി. അധിക ശമ്പളത്തിനു വേണ്ടി അവൻ വലിയ ജോലി ഭാരം ഏറ്റെടുത്തു. പുതിയ സുഹൃത്തുക്കളും യാത്രകളും തിരക്കുകളുമൊക്കെ ആയപ്പോൾ അച്ഛൻ്റെ കൂടെ ഇരിക്കാൻ അവന് കഴിയാതെയായി. അവർ തമ്മിൽ കാണുന്നത് തന്നെ വിരളമായി. വല്ലാതെ സങ്കടം തോന്നിയ ഒരു ദിവസം അയാൾ അവന് ഒരു മെസ്സേജ് ഇങ്ങനെ അയച്ചു: മോനെ, നമ്മൾ ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ച് വർത്തമാനം പറഞ്ഞിട്ട് കുറേ നാളായല്ലേ. അത് വായിച്ചപ്പോൾ പഴയതൊക്കെ അവന് ഓർമ്മ വന്നു. അവന് കരയാൻ തോന്നി. വീണ്ടും അവർ ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ച് വർത്തമാനം പറയുന്ന സന്ധ്യകളുണ്ടായി. തിബേരിയാസ് കടൽ തീരത്ത് അന്ന് സംഭവിച്ചത് അത്തരമൊരു തിരിച്ചുപിടിക്കലായിരുന്നു. യേശു ഉത്ഥാനത്തിന് ശേഷം അപ്പോസ്തലന്മാർക്ക് 2 വട്ടം അതിനകം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്നിട്ടും തള്ളിപ്പറഞ്ഞതിൻ്റെ ഭാരത്തിൽ നിന്നും പുറത്തു വരാൻ പത്രോസിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിയത്. ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു 6 പേർ കൂടെ പോവുകയും ചെയ്തു. അത് ഒരു രാത്രിയെക്കുറിച്ചുള്ള പറച്ചിൽ മാത്രമായിരുന്നില്ല, മറിച്ച് പഴയ തീരത്തേക്ക് തിരിച്ചു പോകാനുള്ള തീരുമാനമായിരുന്നു. വള്ളവും വലയും കടലുമൊക്കെ പത്രോസ് യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള ജീവിതത്തിൻ്റെ അടയാളങ്ങളായിരുന്നല്ലോ. ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നുവെന്നാണ് പത്രോസ് പറഞ്ഞത്. അത് ഒരിക്കൽ ഉപേക്ഷിച്ചതിലേക്കുള്ള തിരിഞ്ഞുനോട്ടമായിരുന്നു. ഇത് സ്നേഹത്തിൻ്റെ വലിയൊരു പരീക്ഷയാണ്. സ്നേഹിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകൾ മറന്നുപോവുക എന്നതാണ് ആ പ്രലോഭനം. പഴയതെല്ലാം വിട്ടാണ് പത്രോസ് യേശുവിൻ്റെ പിന്നാലെ നടന്നത്. എന്തെല്ലാം അതിശയങ്ങളായിരുന്നു അയാൾ കണ്ടത്. സ്നേഹാതിരേകത്തിലായിരുന്നപ്പോൾ കർത്താവെ, നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകാനാണ് എന്നുപോലും അയാൾക്ക് പറയാൻ കഴിഞ്ഞു എന്നതാണ്. പക്ഷേ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന അതുല്യമായ ഓർമ്മകളെല്ലാം പത്രോസ് ഇപ്പോൾ മറന്നുപോയിരിക്കുന്നു. ഇപ്പോൾ അയാളുടെ ഉള്ളിലുള്ളത് നിരാശയും വേദനയും മാത്രമാണ്. ഒരുപക്ഷെ യേശുവിനെ തള്ളിപ്പറഞ്ഞതിൻ്റെ കുറ്റബോധം ഉണ്ടാകുമായിരിക്കാം. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ലജ്ജ തോന്നിയിരിക്കാം. അങ്ങനെ യേശുവിൻ്റെ കൂടെ ഇനി നടക്കാൻ താൻ അയോഗ്യനാണെന്ന് അയാൾ ഉറപ്പിച്ചു. അങ്ങനെയാണ് പഴയ തീരത്തിലേക്ക് അയാൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചത്. നമുക്കും ഇതുണ്ടാവും. ദൈവത്തോടൊപ്പമുണ്ടായിരുന്ന കൃപ നിറഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടും ജീവിതം കഠിനമാകുന്ന നേരങ്ങളിൽ അതൊക്കെ മറന്നുപോകും. അതൊക്കെ കഥകളാണെന്ന് വിചാരിക്കും. എനിക്ക് ഒന്നും തിരിച്ചു പിടിക്കാനാവില്ലെന്ന്, എൻ്റെ പഴയ ശീലങ്ങളിലേക്കും പഴയ സന്തോഷങ്ങളിലേക്കും തിരിച്ചു പോകാൻ മാത്രമേ വഴിയുള്ളൂ എന്ന് ഉറപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ സ്നേഹത്തിൽ നിന്നും പുറത്തു പോകുന്നത്. പക്ഷേ യേശു അവരെ വിട്ടുകളയുന്നില്ല. അതാണ് സുവിശേഷം നൽകുന്ന ആഹ്ലാദത്തിൻ്റെ അതിശയം. ആദ്യം കണ്ടുമുട്ടിയ ഇടത്തേക്ക് വീണ്ടും ചെല്ലാൻ, എല്ലാം ആദ്യം മുതൽ തുടങ്ങാൻ അവൻ തയ്യാറാണ്. അങ്ങനെയാണ് വീണ്ടും അവൻ പറഞ്ഞതനുസരിച്ച് വല വീശിയപ്പോൾ അതിശയിപ്പിക്കും വിധത്തിൽ വല നിറയെ അവർക്ക് മീൻ കിട്ടിയത്. യഥാർത്ഥത്തിൽ ആ വലയിൽ നിറഞ്ഞത് മീനുകളല്ല, ഓർമ്മകളായിരുന്നു. മറന്നുപോയ സ്നേഹകാലത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മിക്കാൻ യേശു അവരെ ക്ഷണിച്ചു. എന്നിട്ട് അവനൊരു ചോദ്യം ചോദിച്ചു: പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് നിശബ്ദനായി ഇങ്ങനെ പറയുന്നു: ഞാൻ നിൻ്റെ സ്നേഹത്തിന് യോഗ്യനല്ല. പക്ഷേ യേശു പറയുന്നു, അതൊന്നും സാരമില്ല, നമുക്കിനിയും ആദ്യം മുതൽ തുടങ്ങാം. ഇത്തരം സമയം നമുക്കും ഉണ്ടായേക്കാം. വിശ്വാസം നഷ്ടമാകാം, പ്രാർത്ഥന ഇല്ലാതെ ആകാം, പഴയ തീരത്തിലേക്ക് പോകാൻ തോന്നിയേക്കാം. പക്ഷേ യേശു പറയുന്നു, നമുക്ക് ആദ്യം മുതൽ തുടങ്ങിയാലോ. ദൈവവുമായുള്ള ബന്ധത്തിൽ മാത്രമല്ല, മനുഷ്യരുമായുള്ള ബന്ധത്തിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം. ഒരുമിച്ചുണ്ടായിരുന്ന കാലത്തെക്കുറിച്ച്, സ്നേഹിക്കപ്പെട്ടതിനെക്കുറിച്ച് മറന്നേ പോവുകയും ഒരിക്കൽ ഇറങ്ങി വന്ന ഇടത്തേക്ക് തിരിച്ചു പോകാൻ തോന്നുകയും ചെയ്തേക്കാം. യേശു ചെയ്തതുപോലെ വീണ്ടും നമുക്ക് ആദ്യം മുതൽ തുടങ്ങിയാലോ എന്ന് ചോദിക്കാൻ 2ൽ ഒരാൾക്ക് കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാനാവും ഒരിക്കലുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ വസന്തകാലം. സ്നേഹത്തിന് വീണ്ടും ആരംഭിക്കാൻ കഴിയും. ശരിക്കും ബൈബിളിൻ്റെ ഉള്ളടക്കം തന്നെ അതാണെന്ന് പറയാം. ദൈവം മനുഷ്യനെ നോക്കി പറയുന്നു, സ്റ്റിൽ ഐ ലവ് യു. കഴിഞ്ഞതൊന്നും സാരമില്ല,
നമുക്കിനിയും ആദ്യം മുതൽ തുടങ്ങാം. നമുക്കിനിയും സ്നേഹത്തിലേക്ക് പ്രവേശിക്കാം. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നിൽ നിന്നും ഇറങ്ങിപ്പോയെങ്കിലും നീ എന്നെ കാത്തിരിക്കുന്നുവെന്നും വീണ്ടും തുടങ്ങാൻ തയ്യാറാണെന്നും ബലഹീനതയുടെ നേരങ്ങളിൽ ഓർമ്മിക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.